50-30-20 ഇതെന്താണെന്ന് വിചാരിക്കുന്നു. ഇതാണ് മണി മാനേജ് ചെയ്യാനുള്ള ഗോൾഡൻ റൂൾ. ഈ റൂൾ ഉപയോഗിച്ച് നമ്മുടെ കയ്യിലുള്ള മണി നമുക്ക് മാനേജ് ചെയ്യാം. നിങ്ങൾക്ക് സാലറി ആയിട്ടോ പ്രോഫിറ്റ് ആയിട്ടോ എങ്ങനെ ഇൻകം വന്നാലും ആ മണി മാനേജ് ചെയ്യാൻ ഈ റൂൾ ഉപയോഗിക്കാം. ഈ 50-30-20 ഞാൻ കോംപ്ലിക്കേറ്റഡ് ആക്കാതെ സിമ്പിളായിട്ട് പറഞ്ഞുതരാം. 50 എന്ന് പറയുന്നത് നീഡ്സിന് വേണ്ടിയിട്ടാണ്. നീഡ്സ് പറയുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ ചെയ്യുന്ന കാര്യങ്ങൾ ഫുഡ്, ഫീസ് അടയ്ക്കുക, റെൻറ്റ്, ഇതൊക്കെ നമ്മുടെ നീഡ്സിനാണ്. ഇത് കമ്പൽസറി ആണ്. ഇത് നമുക്ക് ഒഴിച്ചുകൂടാൻ പറ്റാത്തതാണ്. ഇനിയുള്ളതാണ് വാണ്ട്സ്. വാണ്ട്സ് എന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തിൽ എൻ്റർടൈൻമെൻറ്റ്, ഫണ്ട്, മൂവീസ് ഇതിനൊക്കെ വേണ്ടി ഉപയോഗിക്കുന്നതാണ്. പക്ഷേ ഇത് കമ്പൽസറി അല്ല. പക്ഷേ നീഡ്സ് കമ്പൽസറിയാണ്. ഈ 30% വാണ്ട്സ് നമുക്ക് മാനേജ് ചെയ്യാൻ പറ്റുന്നതാണ്. എല്ലാ മാസവും ഷോപ്പിങ്ങിന് പോകുന്നുണ്ടോ? പക്ഷേ എല്ലാ മാസവും ഷോപ്പിങ്ങിന് ഒരു മാസം ഷോപ്പിങ്ങിന് പോയില്ല വെച്ചിട്ട് ഒന്നും ഉണ്ടാകാൻ പോകുന്നില്ല. ആ ഫണ്ട് നമുക്ക് മാറ്റി വയ്ക്കാം. അപ്പോൾ അതിനെയാണ് നമ്മൾ സേവിങ്സ് എന്ന് പറയുന്നത്. ലാസ്റ്റ് 20%. ഇതിലാണ് നമ്മുടെ ഫ്യൂച്ചറെ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നത്. ഈ 20%, അതായത് സേവിങ്സ് നമുക്ക് എന്തിനു വേണമെങ്കിൽ ഉപയോഗിക്കാം. എമർജൻസി ഫണ്ട്, ഇൻവെസ്റ്റ്മെൻറ്റ്, ഇതിനൊക്കെ വേണ്ടി നമുക്ക് ഈ സേവിങ്സ് ഉപയോഗിക്കാം. നമുക്ക് പെട്ടെന്ന് ഒരു ആവശ്യം വരുമ്പോൾ ഈ സേവിങ്സ് ആണ് നമ്മുടെ കയ്യിലുണ്ടാവുന്ന ലാസ്റ്റ് അസറ്റ്. ഈ 20%നെ കുറിച്ച് ഒരു വീഡിയോ തന്നെ ചെയ്യണം. അത് ഞാൻ നിങ്ങൾക്ക് അടുത്ത വീഡിയോയിൽ പറഞ്ഞുതരാം.